ഞാൻ ഇന്നലെയാണ് പാത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടത് കേട്ടോ. പാട്ടും പാത്തും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു നെയിമാണത്. അതിൻ്റെ ഒരു സ്പെല്ലിംഗ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഞാൻ IFKക്ക് ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ മനോരമ മാക്സിലാണ് ഈ സിനിമ ഞാൻ കണ്ടത്. എന്തായാലും ഈ സിനിമ റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടു. ജിതിൻ ഐസക് തോമസ് ആണ് അത് പാത്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിതിൻ്റെ ക്രാഫ്റ്റിനോട് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളാണ്. കാരണം എനിക്ക് അറ്റൻഷൻ പ്ലീസിലൊക്കെ അതിൻ്റെ ഒരു ടെമ്പോ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതുപോലെ വിഷ്ണു ഗോവിന്ദൻ അതിന് കൊടുത്തൊരു ഒരു മൈലേജ്, ഒരു എലിവേഷനും ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ രേഖ ജിതിൻ്റെ നെക്സ്റ്റ് ഫിലിം അതിലാണെങ്കിലും ഇപ്പോൾ വിൻസി അലൂഷ്യസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ സിനിമയിലല്ലേ. അപ്പോൾ ആ സിനിമയുടെ ഒരു അവസാനം ഒരു കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് അൺറിയലിസ്റ്റിക് ആവുന്നുണ്ട് എന്നതൊഴിച്ചാൽ ആ സിനിമ വളരെ നല്ലൊരു വാച്ചായിരുന്നു. അതിൽ ആ ഒരു ഷോക്കിംഗ് മൊമെൻ്റൊക്കെ വരുന്നതൊക്കെ എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ട് തന്നെ ടച്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ബേസിക്കലി ജിതിൻ്റെ ക്രാഫ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് സ്വതവേ ഈ പാത്ത് കണ്ടപ്പോൾ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത്. വളരെ ഹെവി ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ സാധാരണ ജിതിൻ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ട്രാക്ക് ഷിഫ്റ്റ് ഉണ്ട്. ഭയങ്കര ബ്രീസി ആയിട്ടുള്ളൊരു വാച്ചാണ് പാത്ത്. അതിൽ നിന്ന് ആ ഒരു സെൻട്രൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഉണ്ണി, അനുപമ എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സുണ്ട്. പിന്നെ ആഷിഖും പിന്നെ ഗൗതമിയാണ് ചെയ്യുന്നത്. നല്ല കെമിസ്ട്രി ആട്ടോ അവർക്ക് സ്ക്രീനിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ സ്പേസ് ജിതിൻ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. സാധാരണ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതും ഇതൊക്കെ കുത്തി നിറച്ച് എന്തോ രീതിയിലൊരു ഹെവി സ്പേസ് ആക്കിയിട്ട് ഇത്ര സ്പേസസ് മാറ്റാറുണ്ട് നമ്മുടെ സിനിമകളിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഓപ്പണാണ്, ഭയങ്കര ജെന്വിൻ ആയിട്ടുള്ള ഒരു സ്പേസാണത്. അതുപോലെ തന്നെ അവർക്ക് മ്യൂച്വലി നല്ല റെസ്പെക്റ്റും ഉണ്ട്. എങ്ങനെ പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും എങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കപ്പിൾ. ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡ് അവരിലൂടെയാണ് ഇതിൻ്റെ ഒരു ത്രെഡ് പോകുന്നത്. അതായത് ഒരു ഉണ്ണി എഡിറ്ററാണ്. അപ്പോൾ ഒരു കെനിയൻ സോങ് ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഗ്രാൻഡ് മാ ഒരു സിനിമ ആ പാട്ട് എനിക്കറിയുമെന്ന് പറഞ്ഞ് അവർ ആ പാട്ട് പാടുകയും, അപ്പോൾ അതിലൂടെ ഒരു ക്യൂരിയോസിറ്റി ബോണാവുകയും അവിടുന്ന് ആ പാട്ടിൻ്റെ ഒറിജിൻ തേടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി മോഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇതൊരു ഭയങ്കര രസകരം വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ലെങ്തോ അല്ലെങ്കിൽ ഒരു ത്രെഡോ ഒന്നും ശരിക്കും ഈ സിനിമയുടെ ത്രെഡിനില്ല. പക്ഷേ അത് ഒരു സിനിമ ഇത്രയ്ക്ക് ഡ്യൂറേഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്രാഫ്റ്റ് അതിൽ റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ ഈ സിനിമയിലൊരു ഭയങ്കര ലൈറ്റായിട്ടുള്ള എയറാണ് കേട്ടുള്ളത്. അതായത് നമ്മളിങ്ങനെ ഈ കപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഒരു സ്പേസിലേക്ക് നമ്മളിങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ മേജ് ചെയ്ത് പോകുന്ന പോലെയാണ് ഈ സിനിമ പോകുന്നത്. ഈ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ലെയേഴ്സ് കേട്ടോ. ഈ സിനിമയുടെ ഒരു സോഷ്യൽ ഒബ്സർവേഷൻസും പൊളിറ്റിക്കൽ, റിലീജിയസ് അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള മനുഷ്യരുടെ അപ്രോച്ച്, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അവിടെയാണ് വരുന്നത്. എനിക്ക് എസ്പെഷ്യലി മലയാളം ടീച്ചർ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. നമുക്കത് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ആരാണെന്ന് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു ത്രെഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഏത് തലത്തിലുള്ള കാര്യങ്ങളായാലും പല സംഭവങ്ങളും നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ജനറേഷൻസ് വഴി ഇങ്ങനെ പാസ് ഓൺ ചെയ്തിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളിതിനെ ഇത് ആരാണ് പറഞ്ഞത് എന്നുള്ളത് പോലും നമ്മൾ അതിൻ്റെ ഒരു സെർച്ച് നടത്തുകയോ അതൊരു ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ അത് ട്രൂത്ത്ഫുൾ ആണോ ഈ സംഭവം എന്നൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ. നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്യും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, ഒരു ട്രഡീഷണൽ രീതി അങ്ങനെയാണ്. അപ്പം ഈ കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഒക്കെ സോഷ്യൽ മീഡിയയുടെ ഇതിന് ശേഷം ഇത് കുറച്ചും കൂടിയും ഒരു ബ്രോഡ് ഇതിലാണ് ഇതിൻ്റെ ഒരു ട്രാവൽ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പല കൺട്രികളിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു ഇതാണ്. എല്ലാവരും എടുത്ത് ഇതൊക്കെ വൈറലാക്കുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതും കൂടി ഈ സിനിമയുടെ ഒരു പാർട്ടാണ്.
അപ്പോൾ അങ്ങനെ ഒരു എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ആളുകൾ നമ്മളറിയാത്ത സാധനങ്ങളൊക്കെ ഓണപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹിസ്റ്ററിനെയും അതുപോലെ തന്നെ കൾച്ചറൽ ആസ്പെക്ട്സും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് നമ്മുടേതാക്കി മാറ്റുന്നത് എങ്ങനെയാണ്. ഭയങ്കര രസമായിട്ട് കേട്ടോ സിനിമയിൽ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതാണ് ഈ സിനിമേൻ്റെ തീം എന്ന് പറയുന്നത്. നല്ല ലൈവ്ലി ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് കേട്ടോ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഇത്രയും ഒരു കൂളായിട്ടുള്ളൊരു വാച്ചായിട്ട് ഇത് ഫീൽ ചെയ്യാനുള്ള കാരണം ഈ സ്ക്രിപ്റ്റ് വളരെ ലൈവായതാണ്. പിന്നെ ടെക്നിക്കൽ സൈഡും വളരെ നല്ലതാണ് കേട്ടോ. നല്ല സിനിമറ്റോഗ്രാഫിയാണ്, കുറച്ച് ഒരു വിൻറ്റേജ് ഫീലൊക്കെയുള്ള ഫ്രെയിംസാണ്. അതുപോലെ മ്യൂസിക് കൊള്ളാം, എഡിറ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു ആസ്പെക്റ്റായിട്ട് പറയാനുള്ളത് ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോഴേക്കും ഈ സിനിമയിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഓഡിയൻസ് ഡിവൈഡഡ് ആയിരിക്കാം. പക്ഷെ അതൊരു പ്രശ്നമല്ല, കാരണം അത്ര വലിയൊരു ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. അങ്ങനെ ഈ സിനിമ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. സിനിമയിൽ കുറച്ച് ലെയേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കണ്ടിട്ട് എല്ലാവരും കമൻറ്റൊക്കെ പറയാം.